ഇപ്പം അച്ഛൻ, നമ്മൾ അറിയുന്ന അച്ഛൻ അല്ലേ, സാർ എന്ന് പറയുമ്പോൾ ബഹുമാനത്തോടും പേടിയോടും ഒക്കെ നമ്മൾ കാണുന്ന ഒരാളാണ്. ഇപ്പം മാമിന് അറിയാവുന്ന, കാരണം മാമിൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ടീച്ചറും ഭയങ്കര തിരക്കിലാണ്, അച്ഛനും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ എഴുതും എന്നുള്ളത്. പക്ഷേ മാം ആദ്യം തിരഞ്ഞെടുത്തത് നൃത്തം തന്നെയായിരുന്നു അല്ലേ? ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് നൃത്തത്തിലേക്ക് പോവുകയായിരുന്നു. എന്നിട്ടും ഇത്രയും സമയം എന്തുകൊണ്ടാണ് വീണ്ടും എഴുത്തിലേക്ക് വരാൻ? ഇപ്പോൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു, കഥകൾ വരുന്നു. സമയമല്ല, എഴുത്ത് പണ്ടും ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുറച്ചൊക്കെ എഴുതിയിരുന്നു. പക്ഷെ അതിനെ അത്ര സീരിയസ് ആയി കണ്ടില്ല എന്നുള്ളതാണ്. പിന്നെ ആ സമയത്താണ് ഞാൻ ഡാൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ 100% ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഈ നൃത്തത്തിൽ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ആയി വരാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ പഠിപ്പിക്കുന്നതായാലും ശരി, പെർഫോം ചെയ്യുന്നതായാലും ശരി, ആദ്യത്തെ ഒരു 10-20 വർഷം നമ്മൾ അതിൽ പൂർണ്ണമായും സമർപ്പണത്തോടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറേം കൂടി സെലക്റ്റീവായി. ഇപ്പോൾ എല്ലാ പഠിപ്പിക്കുന്നതും ആവട്ടെ, കണ്ടമാനം കുട്ടികളെയൊന്നും പഠിപ്പിക്കുന്നില്ല, കുറച്ചു പേരെ പഠിപ്പിക്കുന്നുള്ളൂ. അത് അത്രയും താല്പര്യമുള്ളവരെ മാത്രം. അപ്പോൾ ആ ഒരു സമയം എനിക്കിപ്പോൾ എൻ്റെ കൺട്രോളിലായി. എനിക്ക് വേണ്ടി സമയം ഉണ്ട്, നീക്കി വെക്കാൻ സമയമുണ്ട്. അപ്പം ആ സമയത്താണ് നമുക്ക് ചിലപ്പോൾ ചില ഇൻസിഡൻസ് നമ്മളെ വല്ലാതെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതണം തോന്നും. അപ്പം നമ്മൾ എഴുതുന്നു. അത് പിന്നെ ഇപ്പോൾ കുറേം കൂടി സുഹൃത്ത് വലയം കൂടി. അപ്പോൾ ചിലർ നിർബന്ധിക്കും, അങ്ങനെ അയച്ചു കൊടുക്കും, അത് പബ്ലിഷ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ എഴുതുന്നതല്ല, സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ എനിക്കൊരു സംഗതിയെക്കുറിച്ച് ലോകത്തോട് പറയണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ എഴുതൂ. ഇപ്പൊ അതിപ്പോ ലേഖനങ്ങളായാലും ശരി, കഥയായാലും ശരി, ഒരു വിഷയം നമുക്ക് 4 ആൾ അറിയണം എന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി.